ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതേത് ചാപ്റ്ററായിരുന്നു? റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ വീഡിയോസ് ആയിരുന്നു, റൈറ്റ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ മിസ് നിങ്ങൾക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ, വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പാർട്ട്, വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയില്ല എന്താണ് ഈ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പാർട്ട് എന്താണ്? വെജിറ്റേറ്റീവ് പാർട്ട് ഏതൊക്കെയായിരുന്നു? സ്റ്റെമ്മ്, ലീവ്സ്, റൂട്ട് ഓഫ് ദി പ്ലാന്റ്സ്. ദിസ് ആർ ദി വെജിറ്റേറ്റീവ് പ്ലാന്റ്സ്. ദെൻ അങ്ങനെയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഏതായിരുന്നു? ഫ്ലവർ ആണ് ഒരു പ്ലാന്റിലെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, റൈറ്റ്. അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ് വിത്തൗട്ട് സീഡ്സ് ഫോം ചെയ്യാതെ തന്നെ മറ്റൊരു പ്ലാന്റ് അതൊന്നും ഫോം ചെയ്യാതെ, അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഒരു പ്ലാന്റിനെ നടുക, അല്ലെങ്കിൽ ഒരു ലീഫ് വെച്ചിട്ട് ഒരു ലീഫ് നട്ടാൽ തന്നെ മറ്റൊരു പ്ലാന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇപ്പം പൊട്ടറ്റോൻ്റെ കേസസിലൊക്കെ ആ പൊട്ടറ്റോ ആണല്ലേ, നമ്മൾ മറ്റ് പൊട്ടറ്റോൻ്റെ മുകളിലുള്ള ഒരു പീസ് വെച്ചിട്ടാണ് നെക്സ്റ്റ് ന്യൂ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതൊന്നും സീഡല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം സീഡ്സ് ഒരു പ്ലാന്റിൽ ഫ്ലവറിൽ നിന്ന് ഒരു സീഡ് ഫോം ചെയ്യുന്നു, ആ സീഡ് വെച്ചിട്ട് മറ്റൊരു ന്യൂ പ്ലാന്റ് ഫോം ചെയ്യുന്നതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളതാണല്ലോ അല്ലേ. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ വീഡിയോ ആണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പറഞ്ഞു, ഓക്കെ. അപ്പം വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാണ്? സ്റ്റെമ്മ്, റൂട്ട്, ലീവ്സ് അല്ലേ. ഇത് മൂന്നാണ് വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്നത് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും, ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ വി ആർ ഡിസ്കസിങ് അബൌട്ട് കട്ടിങ്, ഓക്കെ. ഫസ്റ്റത്തെ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഒന്ന് നമ്മൾ സ്റ്റെം കട്ടിംഗ് ആണ് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ റോസ് ഫ്ലവേഴ്സിലൊക്കെ എന്താണ് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് അത് നട്ടിട്ടാണ് മറ്റൊരു ന്യൂ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ഓക്കെ. അതിൽ അങ്ങനെയുള്ള സ്റ്റെം കട്ട് ചെയ്തിട്ട് നടുന്ന ഒരുപാട് പ്ലാന്റ്സിന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ബൗഗിൻവില്ലേ, പിന്നെന്താണ് റോസ്, എക്സെട്ര. പിന്നെ അതിൽ നിങ്ങൾക്ക് ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോർഷനില്ലേ, ഒരു സ്റ്റെമ്മിൽ ലീഫ് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ, അതിനാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതിനൊരു കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ നമ്മുടെ ഈ മുളയില്ലേ, ബാമ്പൂവിൽ നിങ്ങൾ ആ റിങ് കാണാറില്ലേ, അവിടെയാണ് അല്ലേ ലീവ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നോഡാണ്. അപ്പോൾ രണ്ട് നോഡ് തമ്മിലുള്ള ആ ഒരു സ്പേസിനെ നമ്മളിപ്പോൾ എന്തായിരിക്കും പറയുക? ഇൻ്റർ നോഡ്സ് എന്നാണ് കേട്ടോ പറയുക. രണ്ട് നോഡ്സ് തമ്മിലുള്ള ആ ഒരു സ്പേസിനെ ഇൻ്റർ നോഡ്സ് എന്നാണ് പറയുക. ഈ നോഡ്സിലാണ് ബഡ്സൊക്കെ ഫോം ചെയ്യുന്നത്, ഓക്കെ. അതായത് ഒരു ന്യൂ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ന്യൂ ലീഫ് വരുന്ന ആ ഒരു ബഡ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. അതിനെ നമ്മൾ വെജിറ്റേറ്റീവ് ബഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ബഡ്സിൽ എന്താണ് ഒരു ബഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൽ ഒരു അത്ര മെച്യൂർഡ് ആയിട്ടുള്ള കുറേ ലീവ്സ് കൂടി ചേർന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും ആ ഒരു ബഡ്സ് എന്ന് പറയുന്നത്, ഓക്കെ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഈ ന്യൂ ബഡ്സും എന്താണ് ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഈ പൊട്ടറ്റോ,
ഓക്കെ, പൊട്ടറ്റോയിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വീട്ടിലിപ്പം പൊട്ടറ്റോ ഉണ്ടാവില്ല, എല്ലാവരും ജസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ ബഡ്സ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും പൊട്ടറ്റോയിൽ. ഓക്കെ, അതിനാണ് നമ്മൾ ഐസ് എന്ന് പറയാം. പൊട്ടറ്റോൻ്റെ ഐസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, ദാറ്റ് ബഡ്സ് ആർ നോൺ ആസ് ഐസ് ഓഫ് ദാറ്റ് പൊട്ടറ്റോ. അപ്പം ഒരു ഐസ്, അങ്ങനെ ഒരു ബഡ്സ് അല്ലെങ്കിൽ ഒരു ഐ ഉള്ള ഒരു പൊട്ടറ്റോൻ്റെ പീസ് എടുത്തിട്ട് നമ്മളത് സോയിലിൽ നട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ന്യൂ പൊട്ടറ്റോ പ്ലാന്റ് അതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ജിഞ്ചറും. ഓക്കെ, ജിഞ്ചറിൻ്റെ കേസിൽ നമ്മൾ അതുപോലെ തന്നെ കണ്ടിട്ടില്ല, അതിൽ ഇങ്ങനെ ഒരു ബഡ് വരുന്നത്. ഓക്കെ, ആ ബഡ് വെച്ചിട്ടാണ് ഒരു ന്യൂ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ സ്റ്റെമ്മിൻ്റെ കേസ് പറഞ്ഞു, അതുപോലെ തന്നെ ഐസ്, പൊട്ടറ്റോൻ്റെ ഐസ് വെച്ചിട്ട് ആ ബഡ്സ് വെച്ചിട്ടൊക്കെ ന്യൂ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്ന കേസ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് എന്താണ് ലീവ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. നമ്മൾ സ്റ്റെമ്മ് പറഞ്ഞു, റൂട്ട് പറഞ്ഞു, ഇനി ലീവ്സിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത്. ലീവ്സ്, അതായത് ഒരു ലീവ്സിൽ നിന്ന് ന്യൂ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ബ്രയോഫില്ലം. ദാറ്റ് വൺ ഈസ് ഓൾറെഡി യു സ്റ്റഡീഡ് ഇൻ പ്രീവിയസ് ക്ലാസ്, റൈറ്റ്? ഇൻ ദ 5th സ്റ്റാൻഡേർഡ് യു ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദിസ് ബ്രയോഫില്ലം. ഓക്കെ, so this bryophyllum plant has buds in their margins. സോ അതൊരു മോയ്സ്റ്റ് സോയിലിലേക്ക് വീണ് കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ന്യൂ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. സോ ഇത്രയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് അനദർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടൈപ്പ്, ദാറ്റ് ഈസ് ബഡ്ഡിങ്. ഓക്കെ, സോ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈസ്റ്റിൻ്റെ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വീട്ടിൽ എന്താണ് ഈസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന, അങ്ങനെ പല സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഈസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്, റൈറ്റ്? സോ ഈസ്റ്റ് ഈസ് എ ടൈനി ഓർഗാനിസം. So this yeast can grow and multiply every few hours if sufficient nutrients are made available to them. ഓക്കെ, അതിന് വേണ്ട സഫിഷ്യൻറ്റ് ന്യൂട്രിയൻസ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഫ്യൂ ഹവേഴ്സ് കൊണ്ട് തന്നെ അതിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പോൾ ആ സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസം അതിന് ന്യൂട്രിയൻസ് കിട്ടുന്ന സമയത്ത് അതെന്താവും? അത് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഒരു സിംഗിൾ റൗണ്ട് ആണല്ലേ, അതായത് ഒരു സിംഗിൾ ഈസ്റ്റ് സെല്ലാണ് അത്. ഓക്കെ, അത് നമ്മൾ എന്താണ് അതിന് ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്ന സമയത്ത് അതിനൊരു ജസ്റ്റ് ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ളൊരു പോർഷൻ അതിൽ നിന്നും ഡെവലപ്പാവും. ഓക്കെ, ഡെവലപ്പിംഗ് എ ബഡ്. ഓക്കെ, അത് ദെൻ തേർഡ് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സെല്ല് അതിൽ ഡിവൈഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്ലോലി ആ ഒരു സിംഗിൾ സെൽ ഡിവൈഡായിട്ട് അതിലൊരു ന്യൂ ബഡ് ഫോം ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഒരു ന്യൂ ബഡ് ഫോം ചെയ്യും, പിന്നെ അതിൽ മറ്റൊരു ബഡ് ഫോം ചെയ്യും, അങ്ങനെ ചെയിൻ ഓഫ് ബഡ്സ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ ഈ ബൾബ് ലൈക്ക് പ്രൊജക്ഷനെയാണ് നമ്മൾ ബഡ് എന്ന് പറയുന്നത്. ദി സ്മോൾ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ കമ്മിങ് ഔട്ട് ഫ്രം ദി ഈസ്റ്റ് ഈസ് കോൾഡ് ബഡ്. അങ്ങനെ ഇറ്റ് ഗ്രാജ്വലി ഗ്രോസ് ആൻഡ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി പാരൻറ്റ് സെൽ ആൻഡ് ഫോംസ് എ ന്യൂ ഈസ്റ്റ് സെൽ. ഓക്കെ, അതിങ്ങനെ ഗ്രോ ചെയ്തതിന് ശേഷം അത് ഡിറ്റാച്ച് ആവും, എന്നിട്ട് അതെന്താവും? ഒരു ന്യൂ ഈസ്റ്റ് സെല്ലായിട്ട് ഫോം ചെയ്യും. Okay, is it clear? So next asexual reproduction type ആണ് നമ്മൾ നോക്കുന്നത്, that is fragmentation.
സോ നിങ്ങൾ ചില പോണ്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ദാറ്റ് ഈസ് വെരി സ്ലൈമി ഗ്രീൻ പാച്ചസ് ഇൻ പോണ്ട്സ്. ഓക്കെ, ഒരു സ്ലൈമി ആയിട്ടുള്ള ഒരു ഗ്രീൻ പാച്ചസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചില പോണ്ട്സിലൊക്കെ നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ ഒരു സ്ലൈമി ആയിട്ടുള്ളൊരു ഗ്രീൻ പാച്ചസ് നമ്മുടെ കയ്യിൽ വരും. വാട്ട് കോസസ് ദാറ്റ് ഗ്രീൻ കളർ or slimy green patches in that ponds? Do you ever think about that? നിങ്ങൾ എപ്പോഴെങ്കിലും തിങ്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആ ഒരു പോണ്ട്സിന് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ലൈമി ഗ്രീൻ പാച്ചസ് വരാനുള്ള കാരണം എന്നുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡ് സൈഡിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരുപാട് നേരം ഒരു സ്നാഗ്നൻറ്റ് വാട്ടർ, അതായത് വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ അതിലൊരു ഗ്രീൻ കളർ വരുന്നത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു വാട്ടറിൽ ആൽഗെ ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ആൽഗെ ഈസ് എൻ ഓർഗാനിസം. ഓക്കെ, സോ ആ ഒരു ആൽഗെ ആ ഒരു വാട്ടറിൽ ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ഗ്രീൻ കളർ വരാനുള്ള റീസൺ. സോ ഈ ആൽഗിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഈസ്റ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതിന് ന്യൂട്രിയൻസ് കിട്ടുന്ന സമയത്ത് അതെന്താവും, മൾട്ടിപ്ലൈ ചെയ്യും, ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ റാപ്പിഡ്ലി ബൈ ദിസ് ഫ്രാഗ്മെൻറ്റേഷൻ മെത്തേഡ്. ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ആൽഗെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ആവുക, രണ്ടായിട്ട് കട്ടാവുക, എന്നിട്ട് രണ്ടും എന്താണ് ഒരു ന്യൂ ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യുക. ദെൻ എഗെയിൻ അത് കട്ടാവുക, വീണ്ടും അതൊന്ന് ഒരു പുതിയത് ഉണ്ടാവുക. ഓക്കെ, അതിനാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. So this algae can break up into 2 or more fragments. Then each fragment grow into new individual. This process continues and they cover a large area in a short period of time. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പോണ്ട്സ് തന്നെ പോണ്ടിൽ പെട്ടെന്ന് അതിന് ഗ്രോ ചെയ്ത് ആ ഒരു വലിയൊരു പോണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ മെത്തേഡ് കൊണ്ട് പറ്റും. കാരണം ഒരു സിംഗിൾ ആൽഗെ ഒരു 3 or 5 ആയിട്ട് ഡിവൈഡ് ആയി കഴിഞ്ഞാൽ ആ 3 or 5ഉം ഒരു ന്യൂ ഇൻഡിവിജ്വലായി, ആ ഓരോന്നും പിന്നെ എന്താവും, ഡിവൈഡ് ആവും, മൾട്ടിപ്ലൈ ആവും, ഗ്രോ ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്പോർ ഫോർമേഷൻ. നെക്സ്റ്റ് അസെക്ഷൽ മെത്തേഡിൻ്റെ ഇതാണ് സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്.